സുഹൃത്തുക്കളെ, ഇനി നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് എന്നെക്കുറിച്ച് പറയാനോ ഞാൻ വലിയവനാണെന്ന് പറഞ്ഞു നിങ്ങളെ ബോധ്യപ്പെടുത്താനോ അല്ല. എന്നാൽ ഞാൻ എൻ്റെ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാപി ആണഴിക്കനാണ്. ഒരു പാപിക്ക് അറിയാവൂ പാപം എന്തൊക്കെ എന്നുള്ളത്. നല്ലവനായിട്ട് നടക്കുന്നവന് പാപം എന്തെന്നറിയത്തില്ല, അവൻ തോന്നിയതെല്ലാം ചെയ്യും. പക്ഷേ അത് ഈ പാപിയായ മനുഷ്യൻ നേരെയായി കഴിഞ്ഞിട്ട് അവൻ വീണ്ടും നല്ലവരായവരുടെ കൂടത്തില്ല. കാരണം അവർ ഇവനെ വേറൊരു കണ്ണുകൊണ്ട് നോക്കത്തുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്ന തെറ്റ് ഞാൻ ചോദിക്കുകയും പറയുകയും ചെയ്യും. അതുകൊണ്ട് ഇവർക്കൊക്കെ വലിയ പ്രയാസമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇന്ന് സഭകളുടെയും മതങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന അവളോട് കൂടുതൽ അടുത്തിടപഴകുന്നവർക്ക്, കൂടുതൽ അവരെ പറ്റി നിൽക്കുന്നവരുടെ കാര്യം എന്തുവാ? സ്വാർത്ഥത. തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ശബരിമലയിൽ, ഓർത്തോ സഭയിൽ, കത്തോലിക്ക സഭയിൽ എറണാകുളത്ത് അങ്കമാലിയിലാണ് തോന്നുന്നു ഒരു മെത്രാൻ സഭയുടെ സ്വത്ത് മറിച്ച് വിറ്റു, കളങ്കം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് വന്നു. ഒടുവിൽ അദ്ദേഹത്തിന് നോട്ടീസ് വന്ന് കോടതിയിൽ ഹാജരാകണമെന്ന് അദ്ദേഹം തൻ്റെ വക്കീലിനെ കൊണ്ട് അറിയിച്ചു. ഞാൻ പ്രായമാണ്, എനിക്ക് യാത്ര ചെയ്യാൻ പ്രയാസമാണെന്നൊക്കെ. അത് പോട്ടെ, അതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഓർത്തോ സഭ പരിശുദ്ധ സഭയാണ്. പരിശുദ്ധി എവിടെയാണെന്നുള്ളത് നമ്മൾ ഉള്ളി തൊലിക്കുന്ന പോലെ തൊളിച്ചു നോക്കിയാലൊന്നുമില്ല. അതായത് ഓർത്തോ സഭയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓർത്തോ സഭയിലെ മെത്രാന്മാരും പുരോഹിതന്മാരും സാത്താന്മാരാണ്. അതായത് എങ്ങനെ ഹവ്വായെ സാത്താൻ വശീകരിച്ച് അവിടെ കൊണ്ട് പാപം ചെയ്യിച്ചു, അതേ രീതിയിലാണ് ഇന്ന് ഓർത്തോ സഭയിലെ മെത്രാന്മാരും പുരോഹിതന്മാരും. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എന്നാൽ ഭൂരിഭാഗം പേരും അത് തന്നെയാണ്. അല്ലാത്തവർക്ക് തുറന്നൊന്നും പറയാനൊക്കത്തില്ല. പറഞ്ഞാൽ അവൻ ശിക്ഷയ്ക്കർഹനാണ്. കാരണം നീതി എങ്ങനെ നടപ്പാക്കരുതെന്നുള്ളതാണ് ഓർത്തോ സഭയുടെ കാര്യം. അതായത് ഇന്ന് ഈ പുരോഹിതവർഗം മെത്രാന്മാരും സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാം അവരെ പൂഴ്ത്തി അങ്ങ് മുന്നേ കൊണ്ടുവരിക. എന്തിനാ? വീടുകളിൽ കലഹമുണ്ടാകണം. വീടുകളിൽ ഇവർക്ക് കുഞ്ഞുങ്ങളില്ലയോ? ഈ പുരോഹിതന്മാരുടെ കൊച്ചമ്മമാരോ ഇവർ വരുന്നോ, ഇതിനകത്ത് വരുന്നുണ്ടോ? അവർ വന്നാലും അവിടെ സ്വസ്ഥമായിട്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ ഒന്നി ചെമ്മാറ്റം കാണും, അല്ലെങ്കിൽ അടുത്ത അറ്റം കാണും. കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇന്ന് സാധാരണക്കാരൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാകരുത് കണ്ട് സാധാരണക്കാരൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളാണല്ലോ അങ്ങ് വലിയ ഭക്തിപൂർവ്വം പള്ളി പട്ടക്കാരും എത്താനെന്നും പറഞ്ഞ് പുറകെ പോകുന്നത്. ഒരു ശവടക്കത്തിന് ചെന്നാൽ പോലും ദേവാലയത്തിൻ്റെ വാതിക്കൽ നിൽക്കും വികാരിയോ അച്ഛൻ വികാരിയോ മെത്രാനോ. ആ മെത്രാൻ വന്ന കൈ കൊടുക്കത്തില്ല, കുനിഞ്ഞു കൊടുക്കും തലയിലോട്ട് വെച്ചോളാൻ. വികാരി അച്ഛൻ വികാരിയോ കയറി വന്നുകൊണ്ട് കയറി ചെന്ന് കുശലമാണ്. നിനക്കൊക്കെ എടി പെണ്ണുങ്ങളെ, നിനക്കൊക്കെ നിൻ്റെയൊക്കെ ഭർത്താക്കന്മാർ മരിച്ചു പോയത് കണ്ട് പോയി വേറെ നോക്കിയില്ലടി. ദേവാലയത്തിലാണോ നിങ്ങളുടെ കുശലം പറച്ചില്ലേ? അത് പറയുന്നില്ല. എങ്കിലും ഇന്ന് ഞാൻ ഈ കാര്യം ഒക്കെ പറയാൻ തുടങ്ങിയതിൻ്റെ കാരണം, ഞാൻ സഭയും പട്ടക്കാരെയൊക്കെ ഉപേക്ഷിച്ചിരിക്കുക. ഇന്ന് ഉപേക്ഷിച്ച് പോയിരിക്കുക. പ്രാർത്ഥനയോത്തിൽ പോയി അന്ന് ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്ന സമയമാണ് കുർബാന കാണാൻ. പക്ഷേ ഈ വരുന്ന ദരിദ്രവാസികൾ പ്രസംഗിക്കാൻ വരുന്നവന്മാർ ഇവിടെ ഒന്ന് പറഞ്ഞു വെച്ച് അപ്പുറത്ത് പോയി ഈ പറഞ്ഞത് ഇത് ചെയ്യരുത് പറഞ്ഞ് തന്നെ അവിടെ ചെയ്യുന്ന കാണുന്നതാണ് ഞാൻ. അപ്പോൾ പിന്നെ ഇവൻ്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ വഴിയെ ഞാൻ ബൈബിൾ വായിക്കും, എൻ്റെ ഇഷ്ടം അതിലെനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടെ ഞാൻ ജീവിക്കും. അപ്പോൾ ഇന്ന്
ഒരു പ്രാർത്ഥനയ്ക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ പ്രസംഗിക്കാൻ വന്ന പുത്തക്കാവ് സെൻറ്റ് മേരീസ് കത്തീഡ്രലിലെ പ്രധാന പ്രാസംഗികൻ ബാബു അലക്സാണ്ടർ. അവനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണോ? നിസാരം പുത്തക്കാവിൽ കൊച്ചു തിരുമേനി അന്നത്തെ കാലത്ത് സ്കൂളുകളും കോളേജുകളും പണിതു എന്തിനു വേണ്ടി? നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടാനായിട്ട്. അന്ന് തിരുമേനി കാരണം ഒരുത്തൻ്റെ ഇന്നും കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്നതിനോ അല്ലെങ്കിൽ ഒന്നിനും കാരണം പോലും മേടിച്ചിട്ടില്ല. ഇനി തന്തയ്ക്ക് പറക്കാത്ത സഭയിലെ മേലാളന്മാർ ഇടവകകളിൽ, അതായത് പുസ്തക ഇടവകയിൽ തന്നെ +1 അഡ്മിഷൻ വേണമെങ്കിൽ മാർക്ക് നല്ലത് വേണം. ഇല്ല എങ്കിൽ 25,000-30,000 രൂപ കൊടുക്കണം. അത് ഒരു വർഷം കളക്ട് ചെയ്താരാ? ഈ പറഞ്ഞ ദരിദ്രവാസി ബാബു അലക്സാണ്ടർ. ഞാനതിന് ചോദ്യം ചെയ്തു, ഒന്നുകിൽ നിങ്ങൾ രസീത് കൊടുക്കണം. രസീത് കൊടുക്കാനൊക്കെ ഒക്കത്തില്ല, കള്ളപ്പണമാ. മേടിക്കാനൊക്കെ പൈസ ഇങ്ങനെ. അപ്പോൾ ആ ദരിദ്രവാസിയായി ഇത് പ്രസംഗിക്കാൻ വന്നത്. അപ്പം ഞാൻ പല കാര്യങ്ങളും ചോദിച്ച് ലൈവൊക്കെ ഇട്ടിട്ടുള്ള, അതുകൊണ്ട് എന്നെ കണ്ണെടുത്തിട്ട് കണ്ടുകൂടാ. കുറേ ആൾക്കാരുണ്ട്, നല്ലവരായ വിശ്വാസികളും പുരോഹിതന്മാരും. പോട്ടെ, ഇത് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ പുറകെ മാറി ഇങ്ങനെ ഇരിക്കുക. എന്നെ കണ്ട മാസത്തിൽ തന്നെ പുള്ളി അങ്ങ് വളരെ ഗൗരവപൂർവ്വം ബൈബിളിൻ്റെ അടുത്തങ്ങ് വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലായി, എപ്പോഴെങ്കിലും എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങുന്ന പ്രസംഗം എന്താണെന്ന് കേൾക്കണം. യെശയ്യാ പ്രവാചകൻ്റെ 56-ാം അധ്യായത്തിലെ 1-2 വാക്യമാണ് എടുത്തത് എൻ്റെ ഓർമ്മ ഇപ്പോൾ. അത് തന്നെയാണ്. പോട്ടെ, അവിടെ നിന്ന് പ്രസംഗിച്ചോട്ട് വന്നത് വേറെ വിധത്തിൽ. അപ്പം ഞാൻ ഇതിനടുത്ത് തലപൊരുക്കി ചിരിച്ചപ്പോൾ ഇവനത് പിടിച്ചില്ല. അവരുടെ വിഷയം മാറ്റിയേച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയിച്ച് പണം ഉണ്ടാക്കിക്കൊണ്ട് വന്നിച്ച് പള്ളി വേണ്ട, പട്ടക്കാരൻ വേണ്ട, ശുശ്രൂഷ വേണ്ട, ആരാധന വേണ്ട, സ്വന്തമായിട്ട് ഓരോ ഇത് ചെയ്ത് ജീവിക്കുന്നെന്ന്. അപ്പം എനിക്കറിയാൻ വേണ്ട, പള്ളിയും പട്ടക്കാരും ആരാധനയും ഒക്കെ ഉണ്ട്. നീ എന്തോ ചെയ്യുന്നേ? ഇനി ഞാനത് ഇവൻ എഴുന്നേറ്റ് പ്രസംഗം കഴിഞ്ഞിട്ട് പ്രാർത്ഥന പിരിന്ന് ഇറങ്ങിച്ചെന്ന് ഇവനോട് നീതി എന്തോ അനീതി എന്താന്ന് ചോദിക്കണമെന്ന് ഉദ്ദേശിച്ച് എഴുന്നേറ്റപ്പോഴത്തേക്ക് അവൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ലൈവ് ചെയ്യാൻ കാരണം. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കാണുന്നതല്ല. ഒരു മനുഷ്യനും സ്വന്തമായിട്ട് നീതി പുലർത്തുന്നില്ല ആരോടും. എന്നോട് തന്നെ നീതി പുലർത്തുന്നില്ല. വഞ്ചനയും അതിക്രമവും കാണിച്ച് ജീവിക്കുന്നവൻ അവന് തന്നെ അറിയാം, ഒരിക്കലും ഞാൻ രക്ഷപ്പെടത്തില്ല. എന്തുവാ ഇവൻ പറയാ, 10 കൽപ്പന നമ്മളെ കൊണ്ട് എല്ലാം അനുസരിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. അതൊരു ഏറ്റുപറച്ചിലാണ്. ഞാൻ നാളെ വന്നാൽ എന്നോട് എതിര് പറയരുതെന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ. പോട്ടെ, ഇവനൊക്കെ നന്നായി വരും. ഇത് കണ്ടാലും കേട്ടാലും ശബ്ദമൊന്നും വായിന്ന് പുറത്ത് വരാതെ എല്ലാവരും കേട്ട്, ഇല്ല വലിയ ഇഷ്ടമുള്ള ആഹാരം ഭക്ഷിക്കാൻ കിട്ടിയ പോലെ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഞാൻ തെറ്റാണോ ചെയ്യുന്നത്, അനീതി കാണുമ്പോൾ ചോദിക്കുന്നത്? അങ്ങനെയെങ്കിൽ യോഹന്നാൻ സ്നാപകൻ്റെ കഴുത്ത് കാരാഗ്രഹത്തിൽ വെച്ച് മുറിച്ച് തലയെടുക്കത്തില്ലായിരുന്നു. ഹേരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദ്യയുമായി ഉള്ള അവിഹിത ബന്ധം ശരിയല്ലെന്ന് യോഹന്നാൻ സ്നാപകൻ ഹേരോദാവിനോട് പറഞ്ഞു. അത് കാരണം ഹേരോദാവ് യോഹന്നാൻ സ്നാപകനെ തടങ്കലിലാക്കി. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഹേരോദാവ് തീർച്ചയായിട്ടും ഹെരോദ്യയോട് പറയും. പെണ്ണെന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സിലിരിപ്പ് വേറുന്ന
ഒരിക്കലും പക വീട്ടാതിരിക്കത്തില്ല. എവിടെ അവസരം കിട്ടിയാലും പക വീട്ടും. അപ്പോൾ ഒരു ദിവസം ഹേരോദാവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് ഹേരോദ്യയുടെ മകൾ നൃത്തം ചെയ്ത് ഹേരോദാവിനെ സന്തോഷിപ്പിച്ചു. ഹേരോദാവ് സന്തോഷം കൊണ്ട് മറിഞ്ഞ് അവളോട് പറഞ്ഞു, മോളെ നിനക്ക് എന്ത് വേണേലും ആവശ്യപ്പെടാം, രാജ്യത്തിൻ്റെ ഭാഗത്ത് വേണേലും ഞാൻ തരുമെന്ന് പറഞ്ഞു. ഇവൾ കുഞ്ഞ് എന്ന് ഹേരോദ്യയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ്റെ തല ഒരു താലന്തിൽ തരണമെന്ന്. ഇത് കേട്ട് ഹേരോദാവിന് മനപ്രയാസമുണ്ടായി. എങ്കിലും എന്ത് ചെയ്യാം, വലിയ വലിയ ആൾക്കാരിക്കുന്നവരുടെ സദസ്സിലാണ് താൻ വാക്ക് പറഞ്ഞത്, സാധിച്ചു കൊടുത്തേക്കു. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ്റെ കഴുത്തറുത്ത് തല അവൾക്ക് കൊടുത്തു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ അറിയത്തില്ലായിരുന്നു ഒരു രാജാവിനോട് അവൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് അറിയാം. എങ്കിലും സത്യത്തിന് നീതിക്കും വേണ്ടി നിന്നതുകൊണ്ട് തല അറക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഈ ഓലപ്പാമ്പും കൊണ്ട് നടക്കുന്ന ഓട്ടോസഭയിലെ കള്ളപ്രവാചകന്മാരോട് പറയുക, അല്ല പുരോഹിതന്മാരോടും മെത്രാന്മാരോടും പറയുക, അല്ലേ വിശ്വാസികളായ കാട്ടും മോഷ്ടിച്ചും രാജരാമാനും രാജ്യം വിട്ട് ഇവിടെ വന്ന് ഒളിച്ച് താമസിച്ച് ഇവിടെ സുഖലോലുപന്മാരാൽ ജീവിക്കുന്ന വലിയ ആത്മീയരോട് ഞാൻ പറയുക, നിങ്ങളുടെ ഓലപ്പാമ്പൊന്നും എൻ്റെ അടുത്ത് ചിലവാകത്തില്ല. നിങ്ങളെ സ്ഥാനമാനങ്ങൾ ബത്താനെയും പുരോഹിതനെയും പൊക്കിക്കൊണ്ട് നടന്ന സ്ഥാനമാനങ്ങൾ കിട്ടും. നിങ്ങൾ ഉദ്ധരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഇത്ര കയ്യിലിരിക്കും, ഇല്ലെങ്കിൽ ചാവുമ്പോഴെങ്കിലും ഈ മെത്രാന്മാരും പുരോഹിതന്മാരും നല്ല വാക്ക് പറഞ്ഞോളും. അതുകൊണ്ട് നിനക്ക് മോശം കിട്ടും. നിന്റെ പ്രവൃത്തിയുടെ ഫലമാണ് ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ നിന്നെ ഇടത്തുവശത്തോ വലത്തുവശത്തോ മാറ്റി നിർത്തുന്ന നീ മല്ലാക്കെ കള്ളനാരികളെ. നീയൊക്കെ ബൈബിൾ വായിക്കത്തില്ല. നീ നല്ലവനായിട്ട് ഒരാളെ മുന്നേ നിന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. നീ നല്ലവനാണെങ്കിൽ നിന്റെ പ്രവൃത്തി നല്ലതായിരിക്കണം. ചിലപ്പോൾ ഞാൻ ദേഷ്യം പിടിച്ച് നല്ല വാർത്താനം പറയും. എന്തുകൊണ്ടാ? വാക്ക് പാലിക്കാത്തവരാണ് യുവമാരെല്ലാം. ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ഇനിയും ബാബു അലക്സാണ്ടർ, ഞാൻ ദേവാലയത്തിലെ ഈ പൊതുയോഗത്തിനോ കമ്മിറ്റിക്കാർക്ക് കമ്മിറ്റി മീറ്റിംഗ് കൂടാനൊക്കെ ഒത്തുള്ളൂ. പൊതുയോഗത്തിനെന്ന് പറഞ്ഞാൽ കുമ്പസാരിക്കണം. ഞാൻ അച്ഛൻ്റെ കൊച്ചമ്മയുടെ കൂടെ പോയി എന്ന് പറയാൻ ഞാനിരുന്നു. പക്ഷെങ്കിൽ അത് കുമ്പസാരിക്കാൻ ഞാൻ പോയില്ല. എന്നാൽ ഇവരെ ബാബു അലക്സാണ്ടർ പാലിയേറ്റീവ് കെയർ, അതായത് ദേവാലയത്തിൻ്റെ ഒരു കെട്ടിടം നേരത്തെ ഹോസ്പിറ്റൽ നടന്നുകൊണ്ടിരുന്നതാണ്. അവർ നടത്തിക്കൊണ്ടിരുന്ന അവർക്ക് ലാഭം നല്ലപോലെ പേഷ്യൻസ് ഒരുപാട് വരുന്നു, ലാഭം കിട്ടുന്നു. അത് കണ്ടപ്പോൾ കണ്ണ് കടിച്ച വിശ്വാസികൾ അവർക്ക് വാടക കൂട്ടുകൾ, അത് വേണം ഇത് വേണം, ഒടുവിൽ അവരെ ഇറക്കി വിട്ടു. എന്നിട്ട് ആ കെട്ടിടം വേറൊരാളെടുത്തു. ആ ആള് ഇവിടുന്ന് അമേരിക്കയിൽ പോയി, പോട്ടെ. എന്തിന് ആ ഒരു ഭാഗം കെട്ടിടം പൊളിച്ച് കളഞ്ഞിട്ട് മറ്റത് അവിടെ കിടക്കാൻ നല്ലവനായ ബാബു അലക്സാണ്ടർക്ക് തോന്നി പാലിയേറ്റീവ് കെയർ തുടങ്ങാം. അതെന്തുകൊണ്ട് തുടങ്ങാനുള്ള ഉദ്ദേശം വന്നു എന്നുള്ളത് ബാബു അലക്സാണ്ടർ ചോദിച്ചാൽ ഞാൻ പറയാം. അല്ലെങ്കിൽ പുത്തയായ ഇടവകയിൽ ഏത് വിശ്വാസിയോ പുരോഹിതനോ ചോദിച്ചാൽ ഞാൻ പറയാം. ഇപ്പോൾ അത് പ്രസിദ്ധീകരിക്കുന്നില്ല. ഈ ബാബു അലക്സാണ്ടർ ഏതായാലും പള്ളിയുടെ കെട്ടിടം കമ്മിറ്റി കൂടിയോ പുതിയ തീരുമാനിച്ച് വാടക ഇത്ര വർഷത്തേക്ക് കൊടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് എഗ്രിമെൻ്റ് കൊടുക്കും. ഇന്നിപ്പോൾ അതാരും അറിയുന്നില്ല. പുരോഹിതനും ബാബു അലക്സാണ്ടറും മാത്രമുള്ള ഇടപെടിയിൽ കമ്മിറ്റിയോ പൊതുയോഗമോ അറിഞ്ഞില്ല. ആ കെട്ടിടം പാലിറ്റിക്ക് വേണ്ടി വർഷങ്ങളുടെ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അല്ലെ ബാബു അലക്സാണ്ടർ ചുണയുണ്ട് പറയട്ടില്ലെന്ന്. ഞാനിതൊക്കെയാ പള്ളിയുടെ അടുത്ത് നടക്കുന്ന ഇവനൊക്കെ ആത്മീയനായിട്ടാണോ? തൻ്റെ പോക്കറ്റ് നിറയ്ക്കാൻ അധ്വാനിക്കാതെ ചിലവാകാതെ ഒരു പുരോഹിതൻ, അത് ഞാൻ പേര് പറയാം,
പഴയ വികാരി 3 വർഷം മുമ്പ് ഇരുന്ന ഇപ്പോഴത്തെ വികാരി എന്ന് പറഞ്ഞാൽ ഫാദർ തോമസ് അമ്മയിൽ, അതിനു മുമ്പ് തോമസ് പി നൈനാൻ, അതിനു മുമ്പ് ചെങ്ങന്നൂർക്കാരനൊരു പുരോഹിതനായിരുന്നു. ആ പുരോഹിതൻ ഒരു വാക്ക് പറഞ്ഞു, ഇവനൊന്ന് നാളെ വരുന്നുള്ള ബാബു അലക്സാണ്ടർ ഉള്ളതുകൊണ്ട്, നമ്മുടെ പാലിറ്റിക്കറുകൊണ്ട് എനിക്ക് ആഹാരത്തിനൊരു പഞ്ഞമില്ല, ഇതിലും നല്ലതാ ഞാൻ തരാം, ഇങ്ങോട്ട് വായും പൊടിച്ചിരിക്കെ എൻ്റെ വാസികൾ എന്തൊക്കെ ജീവിതത്തിൽ എന്തുവാ. ഞാനിപ്പോൾ ഇത്രേ വന്നോളൂ മക്കളെ, സത്യത്തിൽ നീതിക്കും വേണ്ടി നിലനിൽക്കുവിൻ. ഞാനൊരു പദവിയിൽ വന്നാൽ ഞാൻ ആ പദവിക്കൊത്ത് മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. എന്നാൽ ഇന്നതല്ല, എല്ലാവരും കട്ടും മുട്ടിച്ചും സുഖമായി ജീവിക്കണം, അത്ര ചിന്തയുള്ളൂ. ആത്മീയ അവിടെ കിടക്കട്ടെ. ഇന്ന് ഓർത്തഡോക്സ് സഭയിൽ എത്ര വിശ്വാസികൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ദേവാലയത്തിൽ ചെന്നാൽ ഇത് പുരോഹിതന്മാർ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി, സ്വർഗത്തിൽ പോകും. അപ്പോൾ ഇത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു, അത് ഞാൻ ഇട്ടില്ല, കാരണം ഇച്ചിരി കൂടിപ്പോയി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ഇടാഞ്ഞത്. അതുകൊണ്ട് രണ്ടാമത് ഈ വീഡിയോ ചെയ്തതാണ്. മക്കളെ, ആരും ഒന്നും എങ്ങും കൊണ്ടുപോകത്തില്ല. അറിഞ്ഞ് പ്രസംഗിച്ചവൻ തന്നെ പറഞ്ഞു, എന്നിട്ടും നീ കള്ളൻ ദേവാലയത്തിൻ്റെ കെട്ടും ആ പൊതുയോഗം അറിയാതെ കമ്മിറ്റി മീറ്റിംഗ് കൂടാതെ വികാരിയും അവരും കൂടെ ചേർന്ന് കോൺട്രാക്റ്റ് എത്ര വർഷത്തേക്കാണ് എഴുതിയെടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും കൊള്ളാം, നല്ല കാര്യം. ഓർത്തോ സഭ വിശ്വാസികളുടെ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് എല്ലാ മെത്രാന്മാരും എന്ന് പറയില്ല, എല്ലാ പുരോഹിതന്മാരും എന്ന് പറയുന്നില്ല, എന്നാൽ 99% പുരോഹിതന്മാരും മെത്രാന്മാരും ഹവ്വായെ എങ്ങനെ സാത്താൻ പരീക്ഷിച്ച് അവളെ വഴിതെറ്റിച്ച് പാപം ചെയ്യാൻ അവളെ മുന്നോട്ട് വിട്ടു, അതുപോലെയാണ് ഇന്നത്തെ ഓർത്തഡോക്സ് പുരോഹിതന്മാരും മെത്രാന്മാരും. ഈ പെണ്ണുങ്ങളെ ഒന്ന് പുകഴ്ത്തിയാൽ അവർ നമ്മുടെ കയ്യിലിരിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെ പുകഴ്ത്തി ഭർത്തമതി സമാജം, സ്ത്രീ സമാജം, അവരുടെ മീറ്റിംഗ് ഇവരുടെ മീറ്റിംഗ്, ഈ പെണ്ണുങ്ങൾക്ക് വീട്ടിലിരിക്കാൻ സമയമില്ല. അവർ വിചാരിക്കുന്നത് ഇവരങ്ങോട്ട് ഇവരുടെ പുറകെ പോയ ഉടനെ സ്വർഗത്തിൽ പോകുന്ന, സ്വന്തം കുഞ്ഞുങ്ങളെ ഭർത്താവിനെ സംരക്ഷിക്കാൻ അവരുടെ കൂടെ നിൽക്കാൻ സമയം കാണാത്ത സ്ത്രീകളാണിന്ന് 99% ഓർത്തഡോക്സ് സഭയിൽ. ഞാൻ ഒരിക്കൽ പറഞ്ഞു, സ്ത്രീ കുടുംബിനി വീടിൻ്റെ വിളക്കാണ്. ആ കുടുംബിനി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വീട് അന്ധകാരത്തിൽ, ഭർത്താവ് കുഞ്ഞുങ്ങൾ എവിടെ, അന്ധകാരത്തിൽ എന്ത് ചെയ്യും? എപ്പോഴും വീട്ടിലുണ്ടായിരുന്ന ഒരു വിളക്ക സ്ത്രീ. ആ സ്ത്രീക്ക് ആ കുടുംബത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. അവരായിരുന്നു നിയന്ത്രിക്കുന്നത്. ഇന്നാരുമില്ല. ഓർത്തഡോക്സ് സഭയിലെ കുടുംബം നശിച്ചിട്ട് വേണം പുരോഹിത വർഗത്തിന് എല്ലാം കൂടെ തികഞ്ഞിരിക്കാൻ സുഖമായിട്ട്. കഴിഞ്ഞ ദിവസവും ഞാൻ കേട്ടു, ഒരു ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതൻ അവളെ എന്തോ തെറ്റ് പറഞ്ഞത്, അതിന് മോതിരടുത്ത് അരമനയിലല്ല. ഇവനൊക്കെ കുളം പിടിക്കാത്തവന് അരമന എന്തുവാണെന്ന് അറിയിച്ചില്ല, പള്ളി എന്തുവാ, പള്ളിയുടെ മധുവ എന്തെന്ന് അറിയത്തില്ല, കുർബാന എന്താണെന്ന് അറിയത്തില്ല. കുർബാന പോട്ടെ. എന്നിട്ട് ഈ സ്ത്രീയെ ഹോട്ടലുകളിൽ പോയി പീഡിപ്പിച്ചു. അത് കേസായി, അച്ഛൻ അറസ്റ്റിലായി. ഞാൻ ചോദിച്ചോട്ടെ ഒരു കാര്യം കൂടെ, ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളോ അല്ലെ പുരോഹിതന്മാരോ, പല ഡോക്ടറേറ്റുള്ള പുരോഹിതന്മാരുണ്ട്, മെത്രാന്മാരുണ്ട്, നിങ്ങൾ പറയുവിൻ, യേശു മാളിയ മുറയിൽ ശിഷ്യന്മാർക്ക് അപ്പവും വീഞ്ഞും വാട്ടി കൊടുത്തതിനെ കുറിച്ചാണല്ലോ നമ്മൾ കുർബാന എന്നും പറഞ്ഞ് നിങ്ങൾ അർപ്പിക്കുന്നത്. ശരി തന്നെയാണ്. അത് ഒരാളിന് വരും 4-5 പേര് കുർബാന അർപ്പിച്ചുകൊണ്ട് എന്താ പ്രയോജനം? ഏതെങ്കിലും ഒരു പുരോഹിതനോ ഡോക്ടറേറ്റുള്ള യുവന്മാർ, ഏതെങ്കിലും മെത്രാനോ പറയട്ടെ, യുവന്മാർക്കൊന്നും ഇതല്ല, വിശ്വാസികളെ വിദ്യയാക്കാനായിട്ട്. ഈ വിശ്വാസികൾ വിചാരിക്കുന്നത് 5 പേർ കുർബാന കണ്ടാൽ ഉടനെ സ്വർഗത്തിലൊക്കെ പോവും.
നിന്റെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ കുണം പിടിക്കാത്ത വിശ്വാസികളെ നീയൊന്നും എങ്ങും എത്തത്തില്ല. മനസ്സിലൊന്നും പുറത്തൊന്നും കാണിക്കാൻ നീയൊന്നും ഒരിക്കലും ഒരിടത്തും എത്തത്തില്ല. നിങ്ങളെ ബാബു അലക്സാണ്ടറി അല്ല, കാതോലിക്കാരെയാണ്. കാതോലിക്കായെ തപ്പി നടക്കുന്ന കൂടെ നടക്കുന്ന അവന്മാരായ എന്തിനാ സ്വന്തം കാര്യസാധ്യത്തിന്. അല്ലാതെ കാതോലിക്കയുടെ സ്വഭാവവും കാതോലിക്ക ആരാണെന്ന് അറിയാമായിട്ടാണോ അവൻ്റെ പുറകെ നടക്കുന്നത്? ഞങ്ങളുടെ സ്വന്തം കാര്യം സാധിക്കണം, അതൊക്കെ അവർ സാധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ.